അപ്പോൾ ഹായ് ഹലോ നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് രക്തസാക്ഷി ദിനമാണ്. ഷഹീദ് ദിവസ് എന്ന് ഹിന്ദിയിൽ പറയും. ജനുവരി 30 ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു കറുത്ത അധ്യായമാണ് ഏതാനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. ശ്രീ നാഥുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയായിട്ടുള്ള MK ഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായത്. അപ്പോൾ നമുക്ക് അത് എന്തിനായിരുന്നു ചെയ്തത്, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ചേതോവികാരം എന്തായിരുന്നു, നാഥുറാം ഗോഡ്സെ എന്തൊക്കെ കാരണം മൂലമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അതിനെക്കുറിച്ച് ആളൊരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്, വൈ ഐ കിൽഡ് ഗാന്ധി. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയി പോകുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് അറിയാത്തവർക്ക് വേണ്ടി പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം കൂടി നമുക്കൊന്ന് സമ്മറി ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. 1948 ജനുവരി 30 ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഡൽഹിയിലെ ബിർള ഹൗസിൽ പ്രാർത്ഥനയ്ക്കായി നടന്നു പോകുന്നതിനിടെ നാഥുറാം ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ ഈ സംഭവത്തിന് പിന്നിലെ കാരണം എന്തായിരുന്നു എന്ന ചോദ്യം ഇന്നും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. ഈ വീഡിയോയിൽ അക്രമത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാതെ നാഥുറാം ഗോഡ്സെ സ്വയം പറഞ്ഞ കാരണങ്ങളും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും മാത്രമാണ് പരിശോധിക്കുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നാഥുറാം ഗോഡ്സെ 1910 മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം നാഥുറാം വിനായക് ഗോഡ്സെ എന്നായിരുന്നു. ബാല്യകാലം മുതൽ തന്നെ രാഷ്ട്രീയത്തിലും ദേശീയവാദ ചിന്തകളിലും ആകൃഷ്ടനായ ഗോഡ്സെ പിന്നീട് ഹിന്ദു ദേശീയവാദ ആശയങ്ങളോട് അടുത്തുനിന്നു. ഹിന്ദു മഹാസഭയുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. അതേസമയം RSSുമായി നേരിട്ടും പരോക്ഷമായും ബന്ധമുണ്ടായിരുന്നു എന്നതും ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു. ഗോഡ്സെ ഒരു മാനസിക അസന്തുലിതനല്ലായിരുന്നു, മറിച്ച് ശക്തമായ ഐഡിയോളജിക്കൽ ബിലീവ്സ് ഉള്ള ഒരാളായിരുന്നു എന്നതാണ് ചരിത്രകാരന്മാരുടെ പൊതുവായ വിലയിരുത്തൽ. ഗാന്ധിയുടെ അഹിംസാ തത്വവും നൈതിക സ്വാധീനവും ഇന്ത്യയെ ദുർബലമാക്കുന്നു എന്നായിരുന്നു ഗോഡ്സെയുടെ ഉറച്ച വിശ്വാസം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഗാന്ധി ഒരു വ്യക്തിയല്ല, മറിച്ച് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിരുന്നു. ഈ ചിന്തയാണ് ഒടുവിൽ ഗാന്ധിയെ ലക്ഷ്യമിടാൻ ഗോഡ്സെയെ പ്രേരിപ്പിച്ചത്. ഗോഡ്സെ ഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ചതിന് പിന്നിൽ അദ്ദേഹം തന്നെ പറഞ്ഞ ചില കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള 4 കാരണങ്ങൾ എന്നാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം. ഇന്ത്യയിൽ നടന്ന കലാപങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും കാരണമായി എന്ന് ഗോഡ്സെ വിശ്വസിച്ചിരുന്നു. ഈ ദുരന്തങ്ങൾക്ക് ഗാന്ധി നൈതികമായി ഉത്തരവാദിയായിരുന്നെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. പക്ഷേ ചരിത്രപരമായി ഗാന്ധി ഇന്ത്യയുടെ വിഭജനത്തെ എതിർത്ത വ്യക്തിയായിരുന്നു. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന് 55 കോടി നൽകണമെന്ന തീരുമാനം. ഗോഡ്സെയുടെ കാഴ്ചപ്പാടിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു നടപടിയായിരുന്നു ഇത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് ഗാന്ധി ഉപവാസം നടത്തി ആ തുക നൽകാൻ സർക്കാരിനെ സമ്മതിപ്പിച്ചതിനെ അദ്ദേഹം രാജ്യദ്രോഹമായി കണ്ടു. അഹിംസാ തത്വം ഇന്ത്യയെ ദുർബലമാക്കുന്നു എന്ന വിശ്വാസം ഗോഡ്സെയുടെ ചിന്തയിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഈ അഹിംസാ തത്വം ഇന്ത്യയെ ദുർബലമാക്കുന്നു എന്ന ചിന്ത. ശക്തമായ സൈനിക പ്രതികരണമാണ് ഒരു രാഷ്ട്രീയത്തിന് ആവശ്യമെന്നും അഹിംസ ഇന്ത്യയെ ആക്രമണങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നു എന്നും അദ്ദേഹം കരുതി. നാലാമത്തത് ഗാന്ധി ന്യൂനപക്ഷങ്ങളോട് അമിത ആനുകൂലത കാണിക്കുന്നു എന്ന തോന്നൽ ഗോഡ്സെയിൽ കടുത്ത വിരോധം സൃഷ്ടിച്ചു. അതായത് ഗാന്ധിജി ന്യൂനപക്ഷങ്ങളോട് അമിതമായിട്ടുള്ള അനുകൂലത കാണിക്കുന്നു എന്ന നിലപാട്. ഹിന്ദുക്കളുടെ വേദന അവഗണിക്കപ്പെടുന്നു എന്നും ഗാന്ധി ഉപവാസം വഴി സർക്കാരിനെ നൈതികമായി സമ്മർദ്ദത്തിലാക്കുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് ഗോഡ്സെയുടെ വ്യക്തിപരമായ വ്യാഖ്യാനമായിരുന്നുവെന്നതാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ഓക്കെ, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈ കാരണങ്ങളെല്ലാം ചേർന്നപ്പോൾ ഗാന്ധിയുടെ നൈതിക സ്വാധീനം അവസാനിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യ ശക്തമായൊരു രാഷ്ട്രമാകൂ എന്ന തെറ്റായ നിഗമനത്തിലേക്ക് ഗോഡ്സെ എത്തി. രാഷ്ട്രീയ നേതാക്കളെ മാറ്റിയാൽ നയങ്ങൾ മാറില്ല, പക്ഷേ ഗാന്ധിയെ നീക്കിയാൽ രാജ്യത്തിൻ്റെ ചിന്താഗതി തന്നെ മാറുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഈ
ആത്യന്തികവാദ ചിന്താഗതിയാണ് ഒടുവിൽ ആക്രമണത്തിലേക്ക് വഴിതെളിച്ചത്. ഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന വിചാരണയിൽ ഗോഡ്സെ തൻ്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞു. 1948 അദ്ദേഹത്തിന് വധശിക്ഷ നടപ്പിലാക്കി. എന്നാൽ ചരിത്രം തെളിയിച്ചതിതാണ്: ഈ കൊലപാതകം ഒരു പ്രശ്നവും പരിഹരിച്ചില്ല, മറിച്ച് ഇന്ത്യ അക്രമ രാഷ്ട്രീയത്തെ ശക്തമായി തള്ളിക്കളയുകയും ഗാന്ധി അഹിംസയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ആഗോള പ്രതീകമായി മാറുകയും ചെയ്തു. നമ്മൾ വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നടന്ന സംഭവങ്ങളിലൂടെ പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ആക്രമണത്തിൻ്റെ കാരണം മനസ്സിലാക്കുന്നത് ചരിത്രത്തിന് വേണ്ടിയാണ്, ആക്രമണത്തെ ന്യായീകരിക്കാനല്ല. ഈ വീഡിയോ ചെയ്തിരിക്കുന്നതും ചരിത്രം മനസ്സിലാക്കാനാണ്, ഒരു സൈഡിനെയും ന്യായീകരിക്കാനോ ഒരു സൈഡ് മാത്രമാണ് ശരിയെന്ന് പറയാനോ വേണ്ടിയല്ല. ആക്രമണത്തെ ന്യായീകരിക്കുകയല്ല, ചരിത്രം മനസ്സിലാക്കുന്നത് ഭാവിയിലെ ആക്രമണങ്ങളും അനീതികളും തടയാൻ വേണ്ടിയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത ടോപ്പിക് എന്തുവാണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുവരെ കാണുന്നവരെ ബൈ.